ഇല്ല അഭിലാഷേ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രവർത്തകനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പോലീസ് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പകയിൽ പടച്ചെടുത്ത ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് കിടക്കപ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അത്തരം രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഇല്ല. പക്ഷെ ഞാൻ സനോജിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു സാന്ദ്ര ബോസിനെ, തൃശ്ശൂരത്തെ സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ കുറിച്ചിട്ടൊക്കെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? SFIയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ്, ഏകദേശം 19,000 ഫോളോവേഴ്സ് ഉണ്ട്. സഖാവ് സാന്ദ്ര ബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കുക. വെളുപ്പിന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് SFIയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ഇത് ആരുടെ പേരിലാണോ പോസ്റ്റ്? തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യന്റെ പേരിൽ. ഇതിൽ അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക നില ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ പോലീസ് നടപടി മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമല്ലേ? ഇനി അടുത്തത്, ഇതിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. പോലീസ് നടപടിക്കെതിരെ ജനാധിപത്യ വിശ്വാസികളുടെ ചേരിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവണമെന്ന്. ആ പ്രതിഷേധങ്ങളാണ് ഇന്നലെയും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെമ്പാടും യുവജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് സനോജിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെ അകാരണമെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത പോലീസ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നവരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവല്ലേ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? പിണറായി വിജയൻ അല്ലേ? നിങ്ങൾക്ക് DYFIക്കും SFIക്കും CPM-നും സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIക്കാരിയെ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ജനാധിപത്യ വിരുദ്ധമെന്നും മനുഷ്യത്വ വിരുദ്ധമെന്നും നിങ്ങൾ പറയുന്ന നടപടിക്കെതിരെ ഒരു വാക്കുയർത്താൻ പോലും ഇതുവരെ ശേഷിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ മെക്കിട്ടല്ല കയറണ്ടേ, അത് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് വേണം ആലോചിക്കാൻ. ഇനി അടുത്തത്, രാഹുൽ മാങ്കൂട്ടം സമരം ചെയ്തത് എന്തിന്റെ പേരില്ല? കണ്ണൂര് തൊട്ട് തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്ത ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിൽ തലയടിച്ചു കൊല്ലാൻ നോക്കിയതിനെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ആ സമരത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് 1-ാം പ്രതിയാണ്. നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? 2-ാം പ്രതി ഷാഫി പറമ്പിൽ MLA ആണ്. നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? 3-ാം പ്രതി M. വിൻസെന്റ് MLA ആണ്. നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ 20 ദിവസത്തിനിടയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ ആ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം KPCCയുടെ നേതൃത്വത്തിൽ നടന്ന DGP ഓഫീസ് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക താല്പര്യം എങ്ങനെയാ? രാഹുൽ ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വെളുപ്പാങ്കാലത്ത് അമ്മയുടെയും സഹോദരിയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം ആരുടേതാ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പകയിൽ പടച്ചെടുത്ത, കേരളം കണ്ട ഫാസിസ്റ്റ് ആയിട്ടുള്ള കേരള ഹിറ്റ്ലർ പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കേസാണ്, അറസ്റ്റാണെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അക്രമം ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ചെറുപ്പക്കാരുടെ തല ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കുറുവടി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഞാൻ കണ്ടിരുന്നു, നന്നായിരുന്നു, അത് തുടരണം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന് ആദ്യം കേസെടുക്കണ്ടേ? അതെന്താ എടുക്കാതിരുന്നത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ഈ പറഞ്ഞ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ പോലീസിന്റെ കാക്കിയിട്ടവനും സഫാരി സ്യൂട്ട് ഇട്ടവനും നവകേരള സദസ്സിന്റെ ബനിയറിട്ടവനും ഒക്കെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലി തലപൊട്ടിച്ചപ്പോ അതിന്റെ സ്വാഭാവിക പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. അതിൽ ഇത്രത്തോളം അക്രമമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കേരളമെമ്പാടും സഞ്ചരിക്കുന്ന അക്രമത്തിന് പ്രോത്സാഹിപ്പിച്ച് സഞ്ചരിക്കുന്ന ആഡംബര യാത്ര നടത്തിയ മുഖ്യമന്ത്രിക്ക് എന്ത് കേസെടുക്കാഞ്ഞ്? ഇനി താങ്കൾ പറഞ്ഞത് P. ജയരാജനും TV. രാജേഷും MM. മണിയൊക്കെ ജയിലിൽ പോയിട്ടുണ്ടെന്ന്. ഇവരൊക്കെ കൊലക്കേസിലെ പ്രതികളായിട്ടാണ് ജയിലിൽ പോയത്. കോടതി ഇടപെട്ടിട്ട ജയിലിൽ പോയത് അല്ലേ? അല്ലാണ്ട് സമരം ചെയ്തതിന്റെ പേരിലല്ല. കൊലക്കേസിലെ പ്രതിയാർക്കപ്പെട്ട് ജയിലിൽ പോകാൻ നേരത്ത് ബോധം കെട്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ ബോധം കെട്ട് യാത്ര ചെയ്ത P. ജയരാജനെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിലേക്ക് പോയത്. പോലീസുകാരൻ നടുവിൽ തല നിവർത്തി പിടിച്ചുകൊണ്ടാണ് രാഹുൽ സഞ്ചരിച്ചത് അല്ലേ? ഇനി MM. മണി ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു എന്ന് കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് പ്രസംഗിച്ച MM. മണി ജയിലിൽ പോയത് സമരം ചെയ്തതിന്റെ പേരിലാണോ? അല്ലല്ലോ.
കൊലക്കേസിന്റെ പേരില്ല. ഇനി നിങ്ങൾ പറയുന്നത് ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നൊരു വാക്ക് പറയാനായിട്ട് ഡിവൈഎഫ്ഐക്കോ SFIക്കോ CPM-നോ കേരളത്തിൽ അവകാശമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സമര ചരിത്രം പരിശോധിച്ചാൽ ഇത്രത്തോളം പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള പാർട്ടി വേറെയുണ്ടോ? പൊതുമുതൽ നശിപ്പിച്ചു എന്ന വാദം ഇവര് പറഞ്ഞാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 2.5 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച ക്രെഡിറ്റിൽ പെടുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ കുട്ടികൾക്ക് മാതൃക കൊടുത്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഇരിക്കുക. ആ കേസ് എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. അവരത്രയും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ച് നശിപ്പിക്കാം എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ആക്ഷേപമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവുമില്ല, അങ്ങനെ ഒരു അവകാശവാദവുമില്ല. പക്ഷേ ആ വാക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞെന്നല്ല ഒരു കേസ്. പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയടിച്ചു പൊട്ടിക്കുമ്പോൾ ലാത്തി ഒടിഞ്ഞു പോയാൽ അത് പൊതുമുതൽ നശിപ്പിച്ചതായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കോ? ഇല്ലല്ലോ. ആ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞതും കേരളത്തിലെ നിയമസഭയിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തതും രണ്ടിനെ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇനി അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് നിങ്ങൾ കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ജയിലിലടച്ചോ, കുഴപ്പമില്ല. പക്ഷെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹം ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മയെയും സഹോദരിയും കണ്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. സാന്ദ്രാബോസിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതെന്തുകൊണ്ട് രാഹുലിന് ആപ്ലിക്കബിൾ ആകാതെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇതേ പൊതുമുതൽ നശിപ്പിച്ച കാര്യം ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പോലീസ് ജീപ്പ് അടിച്ചു പൊളിച്ച പുല്ലനെ ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഏരിയ സെക്രട്ടറിക്ക് ബാധകമല്ലേ? സരോജ് അതിൽ പറഞ്ഞേ, ആ ഏരിയ സെക്രട്ടറി നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഇനി കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ, ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അപ്പുറവും ഇപ്പുറവും യാത്ര ചെയ്യുന്ന നരാധമന്മാരായിട്ടുള്ള ആ ഗൺമാന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അവരെ മാറ്റി നിർത്താനോ അവരെ ജയിലിലടക്കാനോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ആർഷോയുടെ മുണ്ടഴിഞ്ഞു പോകാതെ സംരക്ഷിച്ച് കൂടാരത്തിൽ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും. ഇതിനെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് നടപടി എന്ന് പറഞ്ഞത്. ഡൽഹിയിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി ചെയ്യുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ ഡൽഹിയിലെ മോദിയോട് മത്സരിക്കുകയാണ്. ഏറ്റവും മികച്ച ഫാസിസ്റ്റ് ആരാണെന്നുള്ള കാര്യത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ കേരളത്തിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും വ്യാജനും തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കായംകുളത്തെ നിഖിൽ തോമസിന്റെ BCom സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് സാക്ഷ്യപ്പെടുന്നത് ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സഖാവ് MV ഗോവിന്ദനാണ്. ഈ MV ഗോവിന്ദൻ മാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്, MV ഗോവിന്ദൻ മോൺസ്റ്റർ എന്നാ വിളിക്കുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള തമാശകൾ പറയാ. ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരമല്ല, പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം വക്കീൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയാനായിട്ട് എന്റെ അറിവനുസരിച്ചിട്ട് MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലാതെ അദ്ദേഹം ന്യൂറോ സർജൻ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത പോക്സോ കേസിലെ ഇരയുടെ മൊഴിയുണ്ടെന്ന് പറയുന്നത് മോൻസൺ മാവുങ്കലിന്റെ ചെമ്പോലയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ വന്നതാ. മറിയക്കുട്ടിയുടെ സ്വത്തുക്കൾ, സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യുന്ന മകളുടെ വരുമാനം, ഇത്തരം കാര്യങ്ങളൊക്കെ നാളിതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യപത്രത്തെ ഞാൻ ആ വിലക്കേ കാണുന്നുള്ളൂ. ഇനി രണ്ടാമത്തത്, സനോജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ ജയിലിൽ പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ സമരത്തിൽ പങ്കെടുക്കാവുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ധൈര്യക്കേടും ഉണ്ടായില്ല. അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി, അദ്ദേഹം ജയിലിൽ പോയി, ഒരു തർക്കമില്ല. അല്ലാതെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്, ജാമ്യം തരണേ ഏമാനെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജരേഖ ചമച്ച് സർക്കാർ കോടതിയിൽ പണിയെടുത്ത കെ വിദ്യയെ പോലെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അവധി ചോദിച്ച് ജയിലിൽ പോകാൻ. ഞാൻ പറയട്ടെ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു, അല്ല നിങ്ങളുടെ വക്കീൽ പറഞ്ഞു, ഞാൻ പറയാം, എന്നിട്ട് താങ്കൾ പറഞ്ഞോ ഞാൻ പറയട്ടെ സനോജ്, ഞാൻ പറയട്ടെ 2 സർക്കാർ കോളേജുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് ജോലി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ വിദ്യ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം വേണം, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒത്താശ ചെയ്തല്ലേ കാരണഭൂതന്റെ ആഭ്യന്തര വകുപ്പ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി ചോദിച്ചിട്ടില്ല, ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ടുണ്ട്, തലകറക്കൽ നാടകം അഭിനയിച്ചിട്ടില്ല, കെ വിദ്യയെ
ആർഷോയെ പോലെ അല്ലെങ്കിൽ അകത്ത് പോയാൽ ഒരിക്കലെങ്കിലും പുറത്തു വരോ എന്ന് സംശയമുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പോലെയുമല്ല. 40 കേസിലെയും വധശ്രമ കേസിലെയും കൂടെ പ്രവർത്തിക്കുന്ന തങ്ങളുടെ തന്നെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടി തന്തയില്ലാത്ത മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലൊന്നല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ പോയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കേരളം കൊള്ളയടിക്കുന്ന കാരണഭൂതനെതിരെ സമരം ചെയ്തതിന്റെ പേരില്ല. അതിന്റെ പേരിൽ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഞങ്ങൾക്ക് വേണ്ട. ആർജവമുള്ള നേതാവായിട്ട് തന്നെയാ അകത്തേക്ക് പോയത്. അതുപോലെ തന്നെ പുറത്തേക്ക് വരുമെന്ന് 100% ഉറപ്പുണ്ട്. ആർഷോയെ പോലെ പുറത്തു വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഒളിച്ചു നടക്കേണ്ട ഗതികളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. കേരളത്തില് തിരുവിതാംകൂറിൽ 1853 അടിമത്തം നിരോധിച്ചതാണ്. കൊച്ചിയിൽ 1855 അടിമത്തം അവസാനിപ്പിച്ച കേരള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 1976 കേരളത്തിലെ അടിമത്ത സംവിധാനം അടിമപ്പണി അവസാനിപ്പിച്ചതാ. പക്ഷെ കേരളത്തിലെ CPMന്റെ DYFയുടെ നേതാക്കന്മാരൊക്കെ പിണറായി വിജയന്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള കൃത്യവിലോപങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യണം. അത് പറയാതെ ഞങ്ങളുടെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്ത കൊണ്ടുപോയതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു വാചകമാണ്. പക്ഷെ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. SFIക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലത്തല്ലേ DYFയുടെ 2 ചെറുപ്പക്കാരെ പ്രാദേശിക നേതാക്കന്മാരെ മയക്കുമരുന്ന് കേസിൽ ജാമ്യം എടുക്കാൻ ചെല്ലണമെന്ന് നിർബന്ധിച്ചതിന്റെ പേരിൽ അതിന് തയ്യാറാകത്തതിന്റെ പേരിൽ സൈനികൻ ഉൾപ്പെടെയുള്ള ആളുകളെ തല്ലി ജയിലിലാക്കിയ പോലീസ് ഉള്ളത്. നിങ്ങൾക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു അഭിപ്രായം പറയാൻ പോലും ശേഷിയില്ലാതെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് നിങ്ങൾ ഒളിവിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം. DYFI അഭിപ്രായം പറയണം. നിങ്ങൾ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നു. എന്താ നിങ്ങളുടെ മുദ്രാവാക്യം? നിങ്ങൾ കുറെ കാലം മുമ്പ് വനിതാ മതിൽ സംഘടിപ്പിച്ചില്ലേ? ആ വനിതാ മതിലിൽ ചാരി നിന്നിട്ടല്ലേ ഷൊർണൂരത്തെ PK ശശി എന്ന് പറഞ്ഞ MLA നിങ്ങളുടെ പാർട്ടിയുടെ വനിതാ സഖാവിനെതിരെ പീഡനം നടത്താൻ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? അന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പറഞ്ഞത് ചെറിയ പീഡനമാണ്, പീഡനത്തിന്റെ തീവ്രത കുറവാണ്, കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി എന്റെ അവസരമല്ലേ ഞാൻ പറയട്ടെ, താങ്കളുടെ പ്രഭാഷണം നടത്തിയപ്പോ ഞാൻ കേട്ടിരുന്നില്ലേ? എന്റെ അവസരമല്ലേ ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ താങ്കൾക്കുള്ള എതിരഭിപ്രായങ്ങൾ പറഞ്ഞു. താങ്കൾ എന്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം താങ്കളുടെ അഭിപ്രായം പറയാം. സനോജ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയണ്ടേ? തോന്നിവാസം താങ്കൾ ഇത്ര നേരം ഇത് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? അപ്പോ താങ്കൾ ഞാൻ പറയുന്നതും കേൾക്കണം. അതല്ല ഇതിന്റെ ഒരു മര്യാദ. ഞാൻ ഇനി മറുപടി പറയട്ടെ. ഞാൻ പറയുന്ന മറുപടിയിൽ താങ്കൾക്ക് രാഷ്ട്രീയമായിട്ടോ വ്യക്തിപരമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, താങ്കൾക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ താങ്കൾ എന്നോട് പറയണം. എന്നോട് അതേക്കുറിച്ച് മറുപടി കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു. കേരളത്തിൽ ഈ ചർച്ച കാരണം മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. സനോജ് വിഷമിക്കില്ലേ? അല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇടപെടാനായിട്ട് നിങ്ങൾക്ക് കാക്കിയിട്ടവനും കളസമിട്ടവനും അല്ലെങ്കിൽ സഫാരി ചൂട്ടിട്ടവനും ബനിയനിട്ടവനും ഒക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്റെ പ്രസ്ഥാനം മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നേരിടാം. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ എന്റെ അഭിപ്രായം കേട്ടിരിക്കാനുള്ള ജനാധിപത്യ മര്യാദ ആദ്യം കാണിക്കണം. ഇതാണല്ലോ നമ്മൾ മോദിക്കെതിരെ പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നിച്ച് മോദിക്കെതിരെ പറയുന്ന അതേ കാര്യം എന്റെ കാര്യത്തിലും നിങ്ങൾ സമ്മതിച്ചു തരണം. ഞാൻ ഇനി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങൾ കേരളയിൽ വിരുദ്ധ സമരം എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിനെ അധിക്ഷേപിച്ചില്ലേ? കേരളയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും ഉണ്ട് കേരളത്തിൽ? സജി ചെറിയാനും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ അല്ലാതെ ആർക്കെങ്കിലും വേണോ കേരളയിൽ? KSRTCക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. 1 മാസത്തെ ശമ്പളം 2 പ്രാവശ്യമായിട്ട് 20-ാം തീയതിക്കകം കൊടുക്കാമെന്ന് പറയുന്ന കേരള ഗവൺമെന്റ് ആണ് 2 ലക്ഷം രൂപയുടെ കേരളയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. നാട്ടുകാർ വിശ്വസിക്കുക. സനോജെ, നിങ്ങൾ ആദ്യം ഇവിടെ പെൻഷൻ കൊടുക്ക്, നിങ്ങൾ ആദ്യം ശമ്പളം കൊടുക്ക്, എന്നിട്ട് കേരളയിൽ നടപ്പാക്കാൻ നോക്ക്. DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പറയാ കേരളയിൽ നടപ്പാക്കാൻ പോവുകയാണെന്ന്. നാണമില്ലേ? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്ക്, തൊഴിലുള്ളവന് ശമ്പളം കൊടുക്കാൻ വേണ്ടി DYFI ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട്? എന്നിട്ടാണ് കേരളയിലെ കുറിച്ച് പറയുന്നത്. പിന്നെ നിങ്ങൾ വൈജ്ഞാനിക രംഗത്തെ വികസനത്തിന്റെ വിസ്ഫോടനത്തെ കുറിച്ച് പറയുന്നു. ഇവിടത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകളുടെ പേരെന്താ? DYFI എന്നല്ലേ? അല്ലേ? ഇന്ന് ആ പരിയാരത്തെ മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതിയിൽ ആരായിരിക്കുന്നത്? CPMന്റെ നേതാക്കന്മാരല്ലേ? എന്തിന്റെ പേരില കൂത്തുപറമ്പിൽ 5 പേരെ നിങ്ങൾ രക്തസാക്ഷികളായിട്ട് ബലി കൊടുത്തത്? നിങ്ങൾ ഈ സമരം ചെയ്തതിന്റെ പേരിലല്ലേ? ഇന്ന് ഇതേ DYFI നേതാക്കന്മാർ ഇവിടുത്തെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോ പി രാജീവിനെ പോലുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ സ്വകാര്യ കോളേജുകൾ കൊണ്ടുവരുന്നു, സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുന്നു, അന്തർദേശീയ തലത്തിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നത്. DYFIക്ക് ഒരു വാക്ക് പറയാനുണ്ടോ? എന്തിന്റെ പേരില TP ശ്രീനിവാസന്റെ കാരണക്കുറ്റി അടിച്ചു പൊളിച്ചത് SFIയുടെ നേതാക്കന്മാര്? എന്തിന്റെ പേരില? പറയണ്ടേ മറുപടി? നിങ്ങൾ ആ മനുഷ്യനോട്, ആ മഹാനായ മനുഷ്യനോട് നിങ്ങൾ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിജ്ഞാന രംഗത്തെ വിസ്ഫോടനത്തെ കുറിച്ച് പറയുന്നു. DYFIക്ക് അർഹതയില്ലാത്ത വാക്കുകൾ ഇനിയെങ്കിലും ചർച്ചയിൽ പറയാൻ പാടില്ല.